Morning, friends. Today we are going to move on our second chapter, The Snake and the Mirror, written by the famous Malayalam writer വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാമ്പും കണ്ണാടിയും എന്നുള്ള കഥയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ ഹ്യൂമറസ് സ്റ്റോറി അബൌട്ട് ഡോക്ടർ. ഒരു ഡോക്ടറുടെ ഏകാന്ത ജീവിതത്തെപ്പറ്റി പറയുന്ന ഒരു രസകരമായ കഥയാണ് സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഓഥറെ കുറിച്ച് നോക്കാം. ആദ്യം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നമുക്ക് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ, born in 1908 and died in 1994, who is fondly remembered as Bepur Sultan, is a humanist, freedom fighter, novelist and short story writer hailing from Kerala. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനിച്ച് 1994 മരണമടഞ്ഞു. ഹു ഈസ് ഫോണ്ട്ലി എന്ന് പറഞ്ഞാൽ ലൈക്ക്ലി എന്നുള്ള അർത്ഥം. ഇഷ്ടത്തോടെ ആൾക്കാർ വിളിക്കുന്ന എന്താ, ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റ്, മനുഷ്യസ്നേഹി, ഫ്രീഡം ഫൈറ്റർ. എന്താ ഫ്രീഡം ഫൈറ്റർ? സ്വാതന്ത്ര്യ സമര സേനാനി, നോവലിസ്റ്റ്, എഴുത്തുകാരൻ, ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ചെറുകഥാകൃത്ത് എന്നീ നിലകളിലൊക്കെ ഹെയിലിംഗ് ഫ്രം കേരളത്തിൽ, അതായത് മലയാളത്തിൽ സാഹിത്യത്തിൽ നിലനിന്നിരുന്ന വ്യക്തികളിൽ ഒരാളാണ്. ഹീ ഈസ് നോട്ടഡ് ഫോർ ഹിസ് ഡിസാമിംഗ്ലി ഡൗൺ ടു എർത്ത് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ദാറ്റ് മെയ്ഡ് ഹിം ഈക്വലി പോപ്പുലർ എമംഗ് ലിറ്റററി ക്രിട്ടിക്സ് ആസ് വെൽ ആസ് ദ കോമൺ മാൻ. എല്ലാവർക്കും വേണ്ടി, അതായത് ഏറ്റവും ഭൂമിയോട് ചേർന്ന് നിന്ന് കഥ എഴുതുന്ന ആൾ, അത്രയും താഴെ തട്ടിൽ നിന്നുകൊണ്ട് കഥ എഴുതുന്ന ആൾ എന്ന നിലയിൽ പ്രശസ്തനാണ്. അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കഥകൾ എഴുതുന്ന വ്യക്തി എന്ന നിലയിൽ പ്രശസ്തനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പൂപ്പാക്കാൻ ആനയുണ്ടാറുന്ന, ജന്മദിനം, അനർഘ നിമിഷം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1982. 1982 അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് പ്രൊഫൈല് എഴുതാൻ ചോദിക്കാറുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇത് ഒരു ചോദ്യ രൂപത്തിലാണ് ഇവിടെ തുടങ്ങുന്നത്. നോക്കൂ, എന്താ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം, ഈ കഥ എന്ന് പറയുന്ന വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള, അതായത് വളരെ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ഭീകരമായൊരു അന്തരീക്ഷത്തെ വളരെ നർമ്മബോധത്തോടു കൂടി അവതരിപ്പിച്ചിരിക്കുന്നു ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. അതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകതയും. കാരണം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭീകരരൂപിയായ അല്ലെങ്കിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് ഒരാളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു പാമ്പിനെ നേരിട്ട് കാണേണ്ടി വന്ന, പാമ്പ് ശരീരത്തിൽ ചുറ്റിയാലുണ്ടാകുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആ ഡോക്ടർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഡോക്ടർ അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയെല്ലാം വളരെ നർമ്മ രൂപത്തിൽ നമ്മുടെ ഓഥർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കഥ പറയുന്നത് ഒരു ഹോമിയോപാത്തിൻ്റെ കഥയാണ്. ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ഡോക്ടറാണ്. അദ്ദേഹം ഒരു ഏകാന്ത ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഹോമിയോപ്പതി ഡോക്ടർ. ഒരിക്കൽ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ യാദൃശ്ചികമായി രാത്രി ഒരു പാമ്പ് കയറിക്കൂടുന്നു. അത് അദ്ദേഹത്തിൻ്റെ മേലാണ് കയറിക്കൂടുന്നത്, വെറും വീട്ടിലല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുറ്റുന്നു. ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ അവസ്ഥയാണ് ഇവിടെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാരഗ്രാഫ്. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എ ഫുൾ ബ്ലഡഡ് കോബ്ര? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. അപ്പം ഞങ്ങളൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
പാമ്പുകളെ കുറിച്ചുള്ള ചർച്ച വന്ന സമയത്താണ് പെട്ടെന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വന്നത്. എന്താണ് ചോദ്യം? ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു പാമ്പ് കോയിൽഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുക, നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? അതും എങ്ങനത്തെ പാമ്പ്? എ ഫുൾ ബ്ലഡഡ് കോബ്ര. എന്താ ഫുൾ ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ? ഫുൾ ബ്ലഡഡ് കോബ്ര ഇവിടെ അർത്ഥം പോയിസണസ് എന്നുള്ള അർത്ഥം, ഉഗ്രവിഷമുള്ള. ഒരു ഉഗ്രവിഷമുള്ള പാമ്പ് എപ്പോഴെങ്കിലും നിങ്ങളുടെ മേല് ചുറ്റിയിട്ടുണ്ടോ? ഓൾ ഓഫ് us ഫെൽ സൈലന്റ്. ഞങ്ങളെല്ലാവരും നിശബ്ദരായിരുന്നു. കാരണം അത്രയും ഭയപ്പെടുത്തുന്ന ഭീകരമായൊരു ചോദ്യമാണ് അല്ലേ. നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? അതോ എങ്ങനത്തെ പാമ്പ്? ഉഗ്രവിഷമുള്ള ഒരു കോബ്ര. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദി ഹോമിയോപാത്ത്. ആ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് കടന്നു വന്നിട്ടുള്ളത്? ഹോമിയോപാത്തിൻ്റെ അടുത്ത് നിന്ന്. ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ പ്രാക്ടീസിങ് ഇൻ ഹോമിയോപ്പതി. സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ പ്രാക്ടീസിങ് ഇൻ ഹോമിയോപ്പതി, അതായത് ഹോമിയോപ്പതിക് മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി. ഹോമിയോ ഡോക്ടർ എന്നാണ് അർത്ഥം. ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ ഹോമിയോ ഡോക്ടർ. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. ഈ ടോപ്പിക് എപ്പോഴാണ് വന്നത്? ഈ വിഷയം കടന്നു വന്നത് എപ്പോഴാണ്? വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. ഞങ്ങൾ എപ്പോഴാണോ പാമ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആ സമയത്താണ് ഈ കാര്യം കടന്നു വന്നത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി കെയർഫുള്ളി. വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങളതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റോറി. ആ കഥ ഡോക്ടർ പറയാൻ ആരംഭിച്ചു. എന്തായിരുന്നു കഥ? It was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. It was a hot summer night about 10 o'clock. അത് എത്ര മണിയായിരുന്നു? ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു വേനൽക്കാല രാത്രി. എബൌട്ട് 10 o'clock, ഏതാണ്ട് 10 മണിയായി കാണണം. ഐ ഹാഡ് മൈ മീൽ. ഹാഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഞാൻ കഴിച്ചു എന്നുള്ള അർത്ഥം. ഈറ്റിൻ്റെ പാസൻസ്. ഐ എയ്റ്റ് മൈ മീൽ, അതായത് ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു, അത്താഴം. അറ്റ് ദി റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. എന്നിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് തിരികെ വന്നു. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബവ്. ആ സമയത്താണ് ഞാൻ മുകളിൽ നിന്നൊരു നോയ്സ് കേൾക്കുന്നത്. നോയ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദം, ഒരു ശബ്ദം കേൾക്കുന്നു. ആൻഡ് ഐ ഓപ്പൺ ദി ഡോർ. ഞാൻ ഡോറ് തുറന്നു നോക്കി. പുറത്തുനിന്നാണോ എവിടെ നിന്നാണോ എന്നറിയില്ല, ആരെങ്കിലും പുറത്തുണ്ടോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഡോറൊക്കെ ഒന്ന് തുറന്നു നോക്കി. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. അപ്പം ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ഞാൻ റൂമിൻ്റെ വാതിൽ തുറന്നു. തുറന്നപ്പോൾ തന്നെ ഞാനൊരു ശബ്ദം കേൾക്കുന്നു. ഇറ്റ് വാസ് എ ഫെമിലിയർ വൺ. അതെനിക്ക് പരിചിതമായ സൗണ്ടാണ്. വൺ കുഡ് സേ ദാറ്റ്, കാരണം വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. എലികളും ഞാനും ഷെയർ ഇട്ടിട്ടാണ് ആ റൂം, അതായത് ഞങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നു ആ റൂം എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് കളിയാക്കി പറയാം. അതായത് ഞാനും കുറേ എലികളുമാണ് ആ റൂമിൽ താമസിക്കുന്നതെന്ന് ഹ്യൂമറായിട്ട് തമാശ രൂപത്തിൽ നമ്മളോട് കഥാകൃത്ത് പറയാണ്. ആ വീട്ടിൽ ഞാനും കുറേ എലികളുമാണുള്ളത്, അതായത് വേണമെങ്കിൽ ഞങ്ങൾ പരസ്പരം വാടക പങ്കിട്ടുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. അത്രത്തോളം എലികളും അവിടെ ഉണ്ട്. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് എന്ന് പറഞ്ഞാൽ മാച്ച് ബോക്സ്. ഐ ടുക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു. ഞാൻ എന്ത് ചെയ്തു? മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി എടുത്തു. ആൻഡ് ലൈറ്റഡ് ദി കെറോസിൻ ലാമ്പ്. കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ. കെറോസിൻ ലാമ്പ് എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് ഞാൻ എടുക്കുന്നു. അത് ടേബിളിൽ വെച്ച് എന്ത് ചെയ്യുന്നു? കത്തിച്ചു. The house was not electrified. It was a small rented room. I had just set up medical practice and my earnings were meager. I had about 60 rupees in my suitcase along with some shirts and dhotis, and I also possessed one solitary black coat which I was then wearing.
അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക, അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തരാം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കഥയിലേക്കുള്ള ആമുഖം തന്നു അല്ലേ, പിന്നെ എവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. സെക്കൻഡ് പാരഗ്രാഫിൽ അയാൾ താമസിക്കുന്ന വീടിനെ പറ്റിയൊരു ചിത്രം നമുക്ക് തരികയാണ്. തേർഡ് പാരഗ്രാഫിൽ ഇനി അയാളെക്കുറിച്ച് പറയാം. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ആ വീട് എങ്ങനെയല്ല, ഇലക്ട്രിഫൈഡ് അല്ല. ഇലക്ട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൈദ്യുതീകരിച്ച, വൈദ്യുതി ഇല്ലാത്ത ഒരു വീടാണത്. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. എന്താ റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ വാടക അല്ലേ, വാടക വീടാണത്. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് എന്നുള്ള അർത്ഥം. എസ്റ്റാബ്ലിഷ്, സ്റ്റാർട്ടഡ്, ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ്. ഞാൻ ഡോക്ടറായിട്ട് പരിശീലനം നേടി സേവനം ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് മൈ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം, വരുമാനം, മീഗർ എന്ന് പറഞ്ഞാൽ തുച്ഛമായ, വെരി സ്മോൾ, സില്ലി എന്നൊക്കെ ഉള്ള അർത്ഥം. തുച്ഛമായ വരുമാനമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. എൻ്റെ സ്യൂട്ട് കേസിൽ ആകെ 60 രൂപയോളമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതിൻ്റെ കൂടെ? എലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. എൻ്റെ കുറച്ച് ഷർട്ടുകളും അതുപോലെ ധോത്തീസ് മുണ്ടുകളും ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 60 രൂപയും അതിലിരിക്കുന്നുണ്ട്. ഐ ഓൾസോ പൊസസ്ഡ് എന്ന് പറഞ്ഞാൽ ഓൺഡ്, ഉടമസ്ഥനാണ്, നേടി എന്നുള്ള അർത്ഥം. എന്താ? എനിക്കുണ്ട്, എനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. ഇത് സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഏകാന്തമായ, ഇവിടെ അർത്ഥം സിംഗിൾ എന്നുള്ള അർത്ഥം. ഒരു ബ്ലാക്ക് കോട്ടുണ്ട്, ഒരു കോട്ടുണ്ട്. വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. അത് ഞാനിപ്പോൾ ധരിച്ചിട്ടുണ്ട്. ഇപ്പം അയാളുടെ ഏകദേശം ചുറ്റുപാട് മനസ്സിലായാലോ. ഒരു ചെറിയ വൈദ്യുതീകരിച്ചിട്ടില്ലാത്ത ഒരു വാടക വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. പിന്നെ ഇപ്പോൾ തൊട്ടടുത്ത കാലത്താണ് അയാൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് തുടങ്ങിയത് എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏർണിങ്സ് എല്ലാം വളരെ തുച്ഛമായിരുന്നു. വരുമാനമൊക്കെ വളരെ തുച്ഛമായ വരുമാനമായിരുന്നു. ആകെ 60 രൂപയോളമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഷർട്ടിൻ്റെയും മുണ്ടിൻ്റെയും ഒക്കെ കൂടെ ആകെ 60 രൂപയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എന്താ, ഒരു ബ്ലാക്ക് കോട്ട്, ഒരു കോട്ടും തനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് ആര് നമ്മളോട് പറഞ്ഞു തരാണ്? നമ്മുടെ ഹോമിയോപാത്ത് പറഞ്ഞു തരാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air, but the God seemed to have taken time off. അങ്ങനെ ഇതൊക്കെ സ്വാഭാവികമായ ശബ്ദങ്ങൾ എന്ന് കരുതി. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, ഞാൻ എൻ്റെ ബ്ലാക്ക് കോട്ട് മാറ്റി. വൈറ്റ് ഷർട്ടും നോട്ട് സോ വൈറ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബനിയൻ കേട്ടോ, ബനിയനും ഒക്കെ ഊരി എന്ത് ചെയ്തു? ഹങ് ദം അപ്പ്, തൂക്കിയിട്ടു അവിടെ. ഐ ഓപ്പൺ ദ 2 windows ഇൻ ദ റൂം, ജനാല തുറന്നിടുന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് വൺ വാൾ ഫേസിങ് ദി ഓപ്പൺ യാർഡ്. അപ്പോൾ ഇതൊരു പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്കുള്ള റൂമായിരുന്നു, പുറത്തേക്ക് എടുത്തിട്ടുള്ള റൂമായിരുന്നു. ഒരു വാള് എവിടേക്കാണ്, ഒരു ഭാഗം തുറക്കുന്നത് അവിടുത്തെ മുറ്റം, യാർഡ്, ഒരു മുറ്റത്തെ, വിശാലമായ മുറ്റത്തേക്കായിരുന്നു. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്, ഓടുമേഞ്ഞ വീടാണ്. വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗ്യാബിൾസ്. എന്താ ഗ്യാബിൾ എന്ന് പറഞ്ഞാൽ മുഖപ്പ്. അവിടെ സൈഡിൽ ഗ്യാബിൾ എന്നുള്ളതിൻ്റെ അടുത്ത് അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഗ്യാബിൾ, മുഖപ്പ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഗ്യാബിൾ എന്ന് പറയുക. ഒരു ഭാഗം അങ്ങനെ ഒരു മുഖപ്പോട് കൂടിയ ഒരു വീട്. അതിനെ താങ്ങി, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? ഒരു ബീമുണ്ട്, ഒരു വലിയ ഒരു ബീം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗ്യാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. അപ്പോൾ അങ്ങനെ ആ ഗ്യാബിളിൻ്റെ നടുവ് കൂടെ ഒരു ബീം കൊടുത്തിട്ടുണ്ട്. ബീം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു മരത്തിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മളെ ഇവിടെ പറയാറ് വിട്ടം എന്നൊക്കെ പറയും. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദി വാൾ.
ഞാൻ എന്തായാലും എൻ്റെ ബെഡൊക്കെ വിരിച്ച് പിന്നെ ചുമരിനോട് ചേർത്തിട്ടു. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഗ്യാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ എന്ന് പറഞ്ഞു. ദർ വാസ് നോ സീലിംഗ്, അതിന് തട്ടൊന്നുമില്ല, അതുകൊണ്ട് സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. ആ ബീമിലൂടെ ഇപ്പം ഞാൻ പറഞ്ഞു ഗ്യാബിളിനെ താങ്ങി നിർത്തുന്ന ഒരു ബീമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ബീമിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് പോകുന്നുണ്ടായിരുന്നു? റാറ്റ്സ്, എലികൾ പോകുന്നുണ്ടായിരുന്നു. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദി വാൾ. ഐ മെയ്ഡ് മൈ ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡ് ഉണ്ടാക്കിയെന്നാണോ? അല്ല, ഞാൻ എന്ത് ചെയ്തു? കിടക്കയൊക്കെ തട്ടിക്കൊട്ടി വിരിക്കുന്നു, എന്നിട്ടത് ചുമരിനോട് ചേർത്തിട്ടു. ഐ ലേ ഡൗൺ, അങ്ങനെ ഞാൻ കിടന്നു. ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്, എനിക്ക് ഉറക്കം വന്നില്ല. കാരണം നമ്മളോട് ആദ്യം പറഞ്ഞത് എന്താണ്? ഹോട്ട് സമ്മർ നൈറ്റാണ്. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദി വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. ഞാൻ എഴുന്നേറ്റു, എന്നിട്ട് എന്ത് ചെയ്തു? വെൻറ്റ് ഔട്ട് ടു ദി വരാന്തയിലേക്ക് ഇറങ്ങി. എന്തിനു വേണ്ടി? ഫോർ എ ലിറ്റിൽ എയർ, അല്പം വായു കിട്ടുന്നതിന് വേണ്ടി. ബട്ട് ദ വിൻഡ് ഗോഡ് സീംഡ് ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. എന്നാൽ വിൻഡ് ഗോഡ്, വായുദേവൻ അവിടെ എവിടെയും കാണാനില്ല. ഹി ഹാവ് ടു ടേക്കൺ ടൈം ഓഫ് എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം പോയിരിക്കുന്നു. ഒരു ഇല പോലും അനങ്ങുന്നില്ല. അത്രയും ചൂടുള്ള ഒരവസ്ഥ, അത്രയും ചൂട് കൂടിയ അവസ്ഥയാണ് ആ സമയത്തുണ്ടായിരുന്നത്. അതായത് ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റാണ്. ഓക്കെ, എന്നിത്രയും മതി കേട്ടോ. വായിച്ചു നോക്കുക, ശ്രദ്ധിക്കുക.